ട്രാവൽ ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേയുടെ സൈഡിലേക്ക് വലിയ ബിൽ ബോർഡ്സിൽ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഇമേജൊക്കെ വെച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു സേവിങ്സ് അക്കൗണ്ട് വേരിയൻറ്റിൻ്റെ പരസ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാങ്ക് ഓഫ് ബറോഡയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിൻ്റെ പരസ്യമാണ് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിനകത്ത് 10 ലക്ഷം രൂപയൊക്കെയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു മാസ്റ്റർ സ്ട്രോക്ക് അക്കൗണ്ട് വേരിയൻറ്റ് നമുക്ക് 2 കാറ്റഗറി ഉണ്ട്. നോർമൽ മാസ്റ്റർ സ്ട്രോക്ക് സേവിങ്സ് അക്കൗണ്ട് വേരിയൻറ്റ് ഉണ്ട്. അതുകൂടാതെ മാസ്റ്റർ സ്ട്രോക്കിൻ്റെ തന്നെ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സേവിങ്സ് അക്കൗണ്ട് വേരിയൻറ്റും ഉണ്ട്. പേര് പോലെ തന്നെ നോർമൽ മാസ്റ്റർ സ്ട്രോക്ക് സേവിങ്സ് അക്കൗണ്ട് ആണ് അവരുടെ ആ ഒരു പ്രീമിയം അക്കൗണ്ട്. ലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു താഴെയുള്ള ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആണ്. അതിനകത്ത് കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് ഒക്കെ ആദ്യത്തെ അക്കൗണ്ടിനേക്കാൾ കുറവാണ്. നോർമൽ മാസ്റ്റർ സ്ട്രോക്ക് അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആണെങ്കിലും ഇന്ത്യക്ക് വെളിയിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണെങ്കിലും നമുക്ക് സൗജന്യമായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം 59ഓളം ലോഞ്ചുകൾ അവൈലബിൾ ആണ്. ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകളാണെങ്കിൽ ലോഞ്ച് കീ ആണ് സർവീസ് പ്രൊവൈഡർ. സോ ലോഞ്ച് കീക്ക് സർവീസ് ഉള്ള എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ബാങ്ക് ഓഫ് ബറോഡയുടെ മാസ്റ്റർ സ്ട്രോക്ക് അക്കൗണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. എത്ര രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് എത്രയാണ്, മറ്റു സർവീസ് ചാർജുകൾ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ബാങ്ക് ഓഫ് ബറോഡയുടെ മാസ്റ്റർ സ്ട്രോക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു അനദർ വീഡിയോ. ബാങ്ക് ഓഫ് ബറോഡയുടെ നോർമൽ മാസ്റ്റർ സ്ട്രോക്ക് അക്കൗണ്ട് വേരിയന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ 10 ലക്ഷം രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെയുള്ള മറ്റൊരു ഓപ്ഷൻ നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലും കറണ്ട് അക്കൗണ്ടിലും കൂടി 5 ലക്ഷം രൂപ ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം. അതിനൊപ്പം തന്നെ 10 ലക്ഷം രൂപയുടെ ഒരു ടൈം ഡെപ്പോസിറ്റ് കൂടി നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇന്ത്യൻ റെസിഡൻസിന് മാത്രമല്ല NRIസിനും ഈ ഒരു കാറ്റഗറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ടോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ജോയിന്റ് ആയിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഹോൾഡറിനായിരിക്കും ഈ ഒരു അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇനിയിപ്പോൾ മൈനർ ആണെങ്കിൽ മൈനേഴ്സിന് ഈ ഒരു കാറ്റഗറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒന്നെങ്കിൽ 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലും കറണ്ട് അക്കൗണ്ടിലും കൂടി 5 ലക്ഷം രൂപ, അതിനൊപ്പം തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ ടൈം ഡെപ്പോസിറ്റ്. ഈ പറഞ്ഞൊരു രീതിയിൽ നമ്മൾ അവർ പറയുന്ന എമൗണ്ട് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കും. പെനാൽറ്റി ചാർജ് വരുന്നത് അപ് ടു 1000 രൂപ പ്ലസ് GST വരെയാണ്. അതിൻ്റെ ഒരു ചാർട്ട് ഈ കാണുന്നതാണ്. നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഡെപ്പോസിറ്റ് ഒന്നും തന്നെ വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെനാൽറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തു, എന്നാൽ 10 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ഒരു ടൈം ഡെപ്പോസിറ്റ് കൂടി നമ്മൾ കീപ്പ് ചെയ്യണം. 10 ലക്ഷം രൂപയുടെ ഒരു ടൈം ഡെപ്പോസിറ്റ് കൂടി കീപ്പ് ചെയ്യണം. അതുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെനാൽറ്റി ചാർജ് ഒന്നും തന്നെ വരികയില്ല. ഇനിയിപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തു, എന്നാൽ 10 ലക്ഷം രൂപയിൽ താഴെയാണ്. അതേപോലെ തന്നെ നമ്മൾ ടൈം ഡെപ്പോസിറ്റ് ഇട്ടതും 10 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ പെനാൽറ്റി ചാർജ് ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ പെനാൽറ്റി ചാർജ് ആയിട്ട് എടുക്കുക 500 രൂപ പ്ലസ് GST. അതായത് നോർമലി കൊടുക്കേണ്ടി വരുന്ന ചാർജ് 1000 രൂപയുടെ പകുതി 500 രൂപ പ്ലസ് GST ആണ് നമ്മൾ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടത്. 5 ലക്ഷം രൂപയിൽ താഴെയാണ് നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തതെങ്കിൽ നമ്മൾ പെനാൽറ്റി ചാർജ് ആയിട്ട് 1000 രൂപ പ്ലസ് GST കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ ഒരു 3 മാസം ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസിന്റെ ആ ഒരു ക്രൈറ്റീരിയ ഒന്ന് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് ക്വാർട്ടറിൽ ഈ പറഞ്ഞ അവരുടെ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. കറണ്ട് ക്വാർട്ടറിൽ അവരുടെ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വാർട്ടറിൽ ഇവരുടെ ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുകയില്ല. പിന്നെ ഒരു അക്കൗണ്ട് വേരിയന്റിന്റെ മറ്റൊരു അട്രാക്ഷൻ ഇതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ആണ്. നമുക്ക് ഒപ്പുലൻസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത്. വിസ വേരിയന്റ് ആണ്. നോർമലി ഒരു കാർഡിന്റെ ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് 9500 രൂപ പ്ലസ് GST ആണ്. ഒരു പ്രീമിയം വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. പക്ഷേ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിന്റെ കൂടുതൽ ഈ ഒരു ഡെബിറ്റ് കാർഡ് നമുക്ക് സൗജന്യമായിട്ടാണ് വരുന്നത്. ലൈഫ് ടൈം ഫ്രീ ആണ്. ഈ ഒരു ഡെബിറ്റ് കാർഡിന്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പെർ ഡേ ട്രാൻസാക്ഷൻ ലിമിറ്റ് ATM വഴി 5 ലക്ഷം രൂപയാണ്. എന്നാൽ സിംഗിൾ ട്രാൻസാക്ഷനിൽ നമുക്ക് അത്രയും എമൗണ്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. ബാങ്ക് ഓഫ് ബറോഡയുടെ സ്വന്തം ATM ആണെങ്കിൽ പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് 15000 രൂപയാണ്. അതർ ബാങ്കിന്റെ ATM ആണെങ്കിൽ 10000 രൂപയാണ് പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ്. ഒരു ദിവസം നമുക്ക് 50 ക്യാഷ് വിഡ്രോവൽ ATM വഴി ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ POS അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ലിമിറ്റ് വരുന്നത് പെർ ഡേ 10 ലക്ഷം രൂപയാണ്. പിന്നെ കോൺടാക്ട്ലെസ് പേയ്മെന്റ് ആണെങ്കിൽ 5000 രൂപയാണ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത്. നമുക്ക് ഒരു ദിവസം 10 തവണയാണ് കോൺടാക്ട്ലെസ് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡിന്റെ ഫീച്ചർ ആയിട്ടാണ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസും അതുപോലെ തന്നെ ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസും വരുന്നത്. ഡൊമസ്റ്റിക് ആണെങ്കിൽ വിസയുടെ സപ്പോർട്ട്
ചെയ്യുന്നത് ഏകദേശം 59ഓളം ലോഞ്ചുകൾ അവൈലബിൾ ആണ്. കേരളത്തിനുള്ളിലുള്ള ലോഞ്ചുകൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ ഇന്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ സർവീസ് പ്രൊവൈഡർ വരുന്നത് ലോഞ്ച് കീയാണ്. ലോഞ്ച് കീയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ ടെർമിനലിലും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഫീച്ചർ നമുക്ക് എയർപോർട്ട് പിക്കപ്പ് അല്ലെങ്കിൽ ഡ്രോപ്പ് ആണ്. നമുക്ക് ക്വാർട്ടറിൽ 2 തവണ ഈ ഒരു എയർപോർട്ട് പിക്കപ്പ് അല്ലെങ്കിൽ ഡ്രോപ്പ് നമുക്ക് കിട്ടും. മെജോറിറ്റി സിറ്റീസിൽ നമുക്ക് അപ് ടു 27 കിലോമീറ്റർ വരെയാണ് സപ്പോർട്ട് ചെയ്യുക പോയിന്റ് ടു പോയിന്റ് ഡ്രോപ്പ്. ഇനി ബാംഗ്ലൂർ, ഹൈദരാബാദ് മെട്രോ സിറ്റീസ് ആണെങ്കിൽ നമുക്ക് അപ് ടു 42 കിലോമീറ്റർ വരെ ഒരു സർവീസ് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. പോയിന്റ് ടു പോയിന്റ് 42 കിലോമീറ്റർ വരെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് 48 മണിക്കൂർ മുമ്പ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എയർപോർട്ട് പിക്കപ്പ് അല്ലെങ്കിൽ ഡ്രോപ്പ്. പിന്നെ വരുന്ന മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ കാർഡ് ഹോൾഡറിനെ കൂടാതെ 3 ഗസ്റ്റിനെ കൂടി നമുക്ക് അലോ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് 2 മണിക്കൂർ മുമ്പ് നമുക്ക് ഡ്രൈവറിൻ്റെ കോൺടാക്ട് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് SMS ആയിട്ട് ലഭിക്കും. പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഇടക്ക് നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ പിക്കപ്പ് അല്ലെങ്കിൽ ഡ്രോപ്പ് അതൊന്നും അവൈലബിൾ അല്ല. പോയിന്റ് ടു പോയിന്റ് ആണ് ഈ ഒരു സർവീസ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചർ നമുക്ക് ലക്ഷറി ഹോട്ടൽസിൽ നമുക്ക് കോംപ്ലിമെന്ററി ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ബെസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് റൂം അപ്ഗ്രേഡ് കിട്ടും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ കോംപ്ലിമെന്ററി വൈഫൈ നമുക്ക് റൂമിൽ കിട്ടും. പിന്നെ ഡെയിലി കോംപ്ലിമെന്ററി കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. VIP ഗസ്റ്റ് സ്റ്റാറ്റസ് കിട്ടും. അങ്ങനെ കുറേ അധികം നമുക്ക് കോംപ്ലിമെന്ററി ബെനിഫിറ്റ്സ് ലക്ഷറി ഹോട്ടൽസിൽ നമുക്ക് കിട്ടും. ഹോട്ടൽസിന്റെ പേര് നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണാം. അതേപോലെ തന്നെ നമുക്ക് പല ഹോട്ടൽ ചെയിൻസിലും അതുപോലെ തന്നെ പല ബുക്കിംഗ് പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ടൈം ടു ടൈം ചേഞ്ച് ആകും. ഇപ്പോൾ ITC ഹോട്ടൽസിൽ ഒരു ഓഫർ വരുന്നുണ്ട്. അത് മെയ് 15 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ 2 കണ്ടിന്യൂസ് നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ 3-ാമത്തെ നൈറ്റ് നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും. ഇനി ഇപ്പോൾ 2 നൈറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് നൈറ്റ് നമുക്ക് 50% സേവിങ്സ് അവിടെ കിട്ടും. ITC ഹോട്ടൽസിൽ മെയ് 15 വരെ അങ്ങനെ ഒരു ഓഫർ ഉണ്ട്. പിന്നെ യാത്രയിൽ വരുന്ന ഒരു ഓഫർ, യാത്രയിലെ ഓഫറൊക്കെ ഓൾറെഡി കഴിഞ്ഞു. മാർച്ച് 31 വരെ ആയിരുന്നു. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ് ടു 1000 രൂപ ഓഫ്. പിന്നെ ഹൈദരാബാദ് എയർപോർട്ടിൽ നമുക്ക് ഓഫർ വരുന്നുണ്ട്. പിന്നെ വിസ മീറ്റ് ആൻഡ് അസിസ്റ്റിന്റെ ഓഫർ വരുന്നുണ്ട്. അബീബസിൽ ഓഫർ, പിന്നെ ഡൽഹി എയർപോർട്ടിലെ ഓഫേഴ്സ്, പിന്നെ മൊക്കോബോറോ ബാഗ്സിൽ ഓഫർ, ബ്ലൂം ഹോട്ടൽസിൽ ഓഫർ. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ടൈം ടു ടൈം മാറും. ഒരു എൻഡ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഗെയിം ഓഫർ വരുന്നുണ്ട്. കോംപ്ലിമെന്ററി ഗോൾഫ് പ്രോഗ്രാമാണ് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. നമുക്ക് 4 കോംപ്ലിമെന്ററി ഗോൾഫ് ഗെയിമാണ് നമുക്ക് പെർ ഇയറിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ഗോൾഫ് ലെസൺസ് നമുക്ക് വർഷത്തിൽ 12 തവണ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ZEE5, ഗാന പ്ലസ്, സോണി ലിവിലൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ടൈം ടു ടൈം മാറുന്ന ഓഫേഴ്സ് ആണ്. പിന്നെ അപ്പാരൽസ് ആൻഡ് ആക്സസറീസിൽ കുറേയധികം ബ്രാൻഡ്സിൽ ഓഫർ വരുന്നുണ്ട്. ഫാസ്റ്റ് ട്രാക്ക്, അതുപോലെ തന്നെ മാക്സ്, പിന്നെ ലൈഫ് സ്റ്റൈൽ, ടൈറ്റാൻ, അജിയോ, സ്നിച്ച്. പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറി ഹെൽത്ത് ആൻഡ് വെൽനെസ് ആണ്. അതിലും കുറേയധികം ബ്രാൻഡ്സിൽ നമുക്ക് ഓഫർ വരുന്നുണ്ട്. വൗ സ്കിൻ, ദ ബോഡി ഷോപ്പ്, നെറ്റ്മിറ്റ്സ്, ബോംബെ ഷേവിംഗ് കമ്പനി. പിന്നെ ഓഫർ വരുന്ന മറ്റൊരു കാറ്റഗറി ഡൈനിങ് ആണ്. നമുക്ക് ഈ കാണുന്ന ബ്രാൻഡ്സിൽ നമുക്ക് ഓഫർ വരുന്നുണ്ട്. ഓവൻ സ്റ്റോറി, അതുപോലെ തന്നെ ഈറ്റ് ഷോർ, അങ്ങനെ പല ബ്രാൻഡ്സിലും നമുക്ക് ഓഫർ ഉണ്ട്. ഇപ്പോൾ ഓവൻ സ്റ്റോറി ആണെങ്കിൽ സെപ്റ്റംബർ 30, 2020 വരെയാണ് ഓഫർ ഉള്ളത്. നമുക്ക് 50% ഓഫ് അപ് ടു 125 രൂപ വരെ നേടാം. 249 രൂപയാണ് മിനിമം ഓർഡർ വാല്യൂ. മാക്സിമം 125 രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കുക. അങ്ങനെ ഈ ഒരു ഡൈനിങ് കാറ്റഗറിയിലും കുറേയധികം ഓഫേഴ്സ് നമുക്ക് ഈ ഒരു കാർഡിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിന്റെ മറ്റൊരു ഫീച്ചറാണ് NEFT, RTGS, IMPS ട്രാൻസാക്ഷൻസ് സൗജന്യമാണ്. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചർ നമുക്ക് ബേസ് ബ്രാഞ്ച് ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതർ ബ്രാഞ്ച് ആണെങ്കിൽ ഒരു ദിവസം 1 ലക്ഷം രൂപ വരെ സൗജന്യമായി ഡെപ്പോസിറ്റ് ചെയ്യാം. അതിന് മുകളിലാണെങ്കിൽ അതർ ബ്രാഞ്ചിൽ സർവീസ് ചാർജ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചർ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ചെക്ക് ബുക്സ് കിട്ടും. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചർ നമുക്ക് ചെക്ക് ലീവ്സിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അൺലിമിറ്റഡ് ആയിട്ട് ചെക്ക് ബുക്സ് കിട്ടും. തീരുമ്പോൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്താൽ മതിയാകും. പിന്നെ മറ്റൊരു ഫീച്ചർ ഗിഫ്റ്റ് കാർഡ് ഇഷ്യൂവൻസ് ചാർജ്, അതുപോലെ തന്നെ ട്രാവൽ കാർഡിന് ഇഷ്യൂവൻസ് ചാർജ്, അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേവ് ചെയ്ത് കിട്ടും. പിന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ലോക്കർ ചാർജിൽ ഡിസ്കൗണ്ട്, പിന്നെ ഹോം ലോൺ, കാർ ലോൺ ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് പ്രോസസിംഗ് ഫീസിലൊക്കെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രീ SMS ആൻഡ് ഇമെയിൽ അലർട്ട്, പിന്നെ നോ ലെഡ്ജർ ഫോളിയോ ട്രാൻസാക്ഷൻ ചാർജ്, പിന്നെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ AMC ചാർജ് 100% നമുക്ക് വേവ് ചെയ്ത് കിട്ടും. പിന്നെ ബാങ്കിങ് അറ്റ് കോൾ ഫെസിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടറിൽ 5 തവണ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. പിന്നെ ക്രെഡിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 8 വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഈ ഒരു അക്കൗണ്ടിന്റെ അണ്ടറിൽ കിട്ടുന്നുണ്ട്. അത് ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡറിന് മാത്രമാണ് കിട്ടുന്നത്. ഇതൊക്കെയാണ് നോർമൽ വേരിയന്റ് മാസ്റ്റർ സ്റ്റോക്ക് സേവിങ്സ് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മാസ്റ്റർ സ്റ്റോക്കിന്റെ തന്നെ ലൈറ്റ് വേരിയന്റ് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ 2.5 ലക്ഷം രൂപ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 ലക്ഷം രൂപയുടെ ടൈം ഡെപ്പോസിറ്റ് കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസ്റ്റർ സ്റ്റോക്ക് ലൈറ്റ് സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 18 വയസ്സിന് മുകളിലുള്ള ഇൻഡിവിജ്വൽസിനാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു അക്കൗണ്ട് വേരിയന്റും NRIസിനും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് അല്പം കൂടി കുറഞ്ഞൊരു വേരിയന്റ് ആണ്. ഈസ്മൈ ട്രിപ്പിന്റെ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. ഡെബിറ്റ് കാർഡിന് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും നമുക്ക് വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഈ ഒരു അക്കൗണ്ട് വേരിയന്റിലും ചെക്ക് ലീവ്സ് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. പിന്നെ RTGS, NEFT,
അതുപോലെ IMPS UPI അതൊക്കെ സൗജന്യമാണ്. പിന്നെ SMS അലർട്ടും ഇമെയിൽ അലർട്ടും സൗജന്യമാണ്. പിന്നെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റിൽ ബാങ്കിങ് ആയിട്ട് കോൾ ഫെസിലിറ്റി നമുക്ക് മന്ത്ലി ഒരു തവണയാണ് സൗജന്യമായിട്ട് കിട്ടുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഈ ഒരു അക്കൗണ്ട് വേരിയന്റിലും ഓഫർ ചെയ്യുന്നുണ്ട്. എറ്റേണ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇതിനത് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈറ്റ് അക്കൗണ്ട് വേരിയന്റിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പെനാൽറ്റി ചാർജ് ഈ കാണുന്നതാണ്. നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് 2 ലക്ഷം രൂപയിൽ താഴെയാണ് കീപ്പ് ചെയ്തതെങ്കിൽ 5 ലക്ഷം രൂപയിൽ നിന്നും എത്ര രൂപയുടെ കുറവാണ് സംഭവിച്ചത് അതിന്റെ 6% മിനിമം 150 രൂപ മാക്സിമം 750 രൂപ പ്ലസ് GST വരെ ഈടാക്കും. ഇനിയിപ്പോൾ മന്ത്ലി ആവറേജ് ബാലൻസ് 2.5 ലക്ഷം രൂപക്കും 5 ലക്ഷം രൂപക്കും ഇടയിൽ കീപ്പ് ചെയ്തു. ടൈം ഡെപ്പോസിറ്റ് 5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിലും 5 ലക്ഷം രൂപയിൽ നിന്നും എത്ര രൂപയുടെ കുറവാണ് സംഭവിച്ചത് അതിന്റെ 6% മിനിമം 100 രൂപ മാക്സിമം 500 രൂപ വരെ ആയിരിക്കും ഈടാക്കുക. ഇനിയിപ്പോൾ മന്ത്ലി ആവറേജ് ബാലൻസ് 2.5 ലക്ഷം രൂപക്കും 5 ലക്ഷം രൂപക്കും ഇടയിൽ കീപ്പ് ചെയ്തു. ടൈം ഡെപ്പോസിറ്റ് 5 ലക്ഷം രൂപക്ക് മുകളിൽ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ഇല്ല. പിന്നെ ഇവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് എടുക്കുകയില്ല. 2.5 ലക്ഷം രൂപക്കും 5 ലക്ഷം രൂപക്കും ഇടയിൽ മന്ത്ലി ആവറേജ് ബാലൻസ് അതുപോലെ തന്നെ ടൈം ഡെപ്പോസിറ്റ് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് 5 ലക്ഷം രൂപ കീപ്പ് ചെയ്താലും പെനാൽറ്റി ചാർജ് എടുക്കുകയില്ല. പിന്നെ ഈ ഒരു അക്കൗണ്ടിന് കൂടുതലും ലോക്കർ റെന്റിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റീറ്റെയിൽ ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിലൊരു ചെറിയ കൺസെഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രോസസിംഗ് ഫീസിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു അക്കൗണ്ടിന്റെ കൂടുതലും വരുന്നുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു പ്രീമിയം അക്കൗണ്ടിന്റെ അത്രയും വരില്ല, അതിനേക്കാൾ കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു അക്കൗണ്ടിന്റെ കൂടുതൽ നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഈസ് മൈ ട്രിപ്പിന്റെ ഒരു ഡെബിറ്റ് കാർഡാണ്. ഈ ഒരു ഡെബിറ്റ് കാർഡ് നോർമലി 599 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും വരുന്നത്. ഈ ഒരു അക്കൗണ്ടിന്റെ കൂടുതൽ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമുക്ക് സോണി ലിവ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം അല്ലെങ്കിൽ ZEE5 ഏതെങ്കിലും ഒരു OTT സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. പിന്നെ ബുക്ക് മൈ ഷോയിൽ നമുക്ക് ഫ്ലാറ്റ് 250 റുപ്പീസ് ഓഫ് കിട്ടും. മിനിമം 2 ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. പിന്നെ 250 രൂപ വർത്തായിട്ടുള്ള ബിഗ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ബ്ലിങ്കറ്റ് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിന്റെ വൗച്ചർ നമുക്ക് ക്വാർട്ടറിൽ ഒരു തവണ കിട്ടും. പിന്നെ കോംപ്ലിമെന്ററി ആയിട്ട് ഗാന പ്ലസ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഒരു വർഷത്തേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗിൽ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് അപ് ടു മാക്സിമം അപ് ടു 1000 രൂപ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. മിനിമം ഓർഡർ വാല്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് മാക്സിമം അപ് ടു 5000 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. അതിന് മിനിമം ഓർഡർ വാല്യൂ വരുന്നില്ല. പിന്നെ ഡൊമസ്റ്റിക് ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 15% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും മാക്സിമം അപ് ടു 5000 രൂപ വരെ. പിന്നെ ഇന്റർനാഷണൽ ഹോട്ടൽ ടിക്കറ്റ് ബുക്കിംഗ് ആണെങ്കിൽ 15% ഡിസ്കൗണ്ട് അപ് ടു 10000 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. ഇതിനൊന്നും തന്നെ മിനിമം ഓർഡർ വാല്യൂ വരുന്നില്ല. പിന്നെ മാക്സിമം ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് പെർ ഡേ 5000 രൂപ വരെയാണ്. പിന്നെ POS അതുപോലെ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ ലിമിറ്റ് 1 ലക്ഷം രൂപയാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ പേഴ്സണൽ ആക്സിഡന്റ് അതുപോലെ തന്നെ പെർമനന്റ് ഡിസബിലിറ്റി കവറേജ് വരുന്നുണ്ട് അപ് ടു 10 ലക്ഷം രൂപയുടെ. പിന്നെ ഒരു 50 ലക്ഷം രൂപയുടെ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തും കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. പക്ഷേ അൺലിമിറ്റഡ് അല്ല. ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ കോംപ്ലിമെന്ററി ആയിട്ട് ക്വാർട്ടർലി 2 തവണയും ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകളാണെങ്കിൽ വർഷത്തിൽ 2 തവണയുമാണ് സൗജന്യമായിട്ട് കിട്ടുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി